വളരെ പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഇപ്പോൾ ആ ചർച്ച ഉടക്കി നിൽക്കുന്നത്. ഒന്നാമത്തത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ ഇനി തയ്യാറല്ല. അതിൻ്റെ ഒരു നിയന്ത്രണം ഇറാന് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ ഒരു രാജ്യാന്തര പാസേജ് ആയിരുന്ന അവിടെ ഇറാൻ്റെ നിയന്ത്രണം സമ്പൂർണ്ണമായി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ച ഇനി അവർ തയ്യാറാവില്ല. കാരണം അവർക്കറിയാം അവരുടെ മിസൈലുകളെക്കാളും ഡ്രോണിനേക്കാളും ഒക്കെ വളരെ ശക്തമായ ഒരു ആയുധം അതാണ് എന്നവർ തിരിച്ചറിയുകൂടി ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ ന്യൂക്ലിയർ അവരുടെ കയ്യിലുള്ള ഈ 440 കിലോഗ്രാം എന്ന് പറയാവുന്ന ഈ സമ്പുഷ്ടീകൃത യുറേനിയത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്, അത് ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ്. അത് യഥാർത്ഥത്തിൽ അതിൽ അമേരിക്കയുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ അവകാശപ്പെടുന്നുണ്ട് അവർക്ക് സ്വന്തം നൽകാൻ, അവരുടെ പരമാധികാരം ഉണ്ട് അവർക്ക്, അവരുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി ഇത് സമ്പുഷ്ടീകരിക്കാനും ഉള്ളത് അവർ ചെയ്തത് അവർക്ക് നിലനിർത്താനും ഒക്കെയുള്ള അവകാശത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലും ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയിലേക്ക് പോകേണ്ടി വരും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ ഈ രാജ്യത്തിന് പുറത്തുള്ള സ്വത്തുക്കളാണ്. ഇപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വലിയ തോതിലുള്ള എണ്ണ ശേഖരം പല രാജ്യങ്ങളിലായി കിടക്കുന്നുണ്ട്. അവർക്ക് അത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അത് മുഴുവൻ, ആ സ്വത്ത് മുഴുവൻ ഫ്രീസ് ചെയ്യാണ്, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രീസ് ചെയ്യപ്പെട്ടു. അത് ഡീഫ്രീസ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചു കിട്ടണം, ആ സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഒരു പ്രധാനം. അത് ഏതാണ്ട് 27 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വില വരുന്ന സ്വത്തുക്കളാണ്. സ്വത്തുക്കൾ എന്ന് വെച്ചാൽ എണ്ണ തന്നെയാണ്. ഇപ്പോൾ ജർമ്മനി, ജപ്പാൻ, അതുപോലെ തന്നെ ബഹ്റൈൻ, ഇറാഖ്, ഇവിടെയൊക്കെ അത് കിടക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ഫ്രീസ് ചെയ്ത് മാറ്റിയിട്ട് അവർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. കാരണം അവർ റീബിൽഡ് ചെയ്യണം, ഇറാനെ റീബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ തുക അവർക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട്, ആ പണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട റെഡ് ലൈൻസ് എന്ന് നമുക്ക് പറയാവുന്ന പോയിന്റിലാണ് ഇപ്പോൾ ചർച്ച ഉടക്കി നിൽക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും തീർത്തും അവസാനിച്ചിട്ടില്ലാത്ത ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇത് അന്തിമമായി പരിഹരിക്കപ്പെടുക എന്ന് കാണാം.